യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ കടുത്ത നിലപാട് തുടർന്ന് ഐ ഗ്രൂപ്പ്. മെറിറ്റ് അട്ടിമറിച്ചാൽ കടുത്ത പ്രതിഷേധമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. മണ്ഡലം തലം മുതൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്ന് ഐ ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കുന്നവരുടെ കഴിഞ്ഞ 2 കൊല്ലത്തെ സംഘടനാ പ്രവർത്തനവും വിദ്യാഭ്യാസ യോഗ്യതയും പ്രായവും പരിശോധിക്കണമെന്നും ഐ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നു. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ, രാജിവെച്ച ഒഴിവിൽ ആരാകും സംസ്ഥാന അധ്യക്ഷനാവുക എന്ന ചോദ്യങ്ങൾക്കിടെയാണ് ഇപ്പോൾ ഐ ഗ്രൂപ്പ് വലിയ തരത്തിൽ വിമർശനങ്ങളുമായി എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി PR പ്രവീണ ചേരുകയാണ്. പ്രവീണ, ആരാകും ഈ സ്ഥാനത്തേക്ക് എത്തുക എന്ന ചോദ്യം കാത്തിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അതിനൊരു പ്രഖ്യാപനം എപ്പോൾ ഉണ്ടാകും എന്നതാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. അതിനിടയിലാണ് ഐ ഗ്രൂപ്പിന്റെ നിലപാട്. 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനം വരുമെന്നിരിക്കെയാണ്. അതും സംഘടനയ്ക്ക് പുറത്ത്, അതായത് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത, നിലവിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട് ദേശീയ സെക്രട്ടറിയായ ബിനു ചുള്ളിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതോടുകൂടിയാണ് ഐ ഗ്രൂപ്പ് ശക്തമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത വ്യക്തികളെ അധ്യക്ഷ പദവിയിൽ പരിഗണിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. ഇത് രാഹുൽ ഗാന്ധിയോടുള്ള വെല്ലുവിളിയാണ്. മതം, ജാതിയും ഒക്കെ പറയുന്നത് അത് തെരഞ്ഞെടുപ്പ് നടത്തിയ സ്ഥിതിക്ക് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ നിലപാടിനോടുള്ള വെല്ലുവിളി ാണ് ഐ ഗ്രൂപ്പ് യോഗം ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത നോക്കണമെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ബിനു ചുള്ളിയുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായമടക്കം പരിഗണിക്കണം എന്നുള്ളതാണ് ഐ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം. അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷമായി ഒരു സമരത്തിൽ പോലും യൂത്ത് കോൺഗ്രസിൻ്റെതായി പങ്കെടുക്കാത്ത ബിനു ചുള്ളിയിലിനെ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യവും ഐ ഗ്രൂപ്പ് ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 36 വയസ്സാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രായപരിധി. 39 വയസ്സിൽ എങ്ങനെയാണ് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി ഈ പദവിയിലേക്ക് എത്തുന്നത് എന്നുള്ള ചോദ്യവും ഉന്നയിക്കുന്നു. മണ്ഡലം തലം മുതൽ, അതായത് ബിനു ചുള്ളിയിൽ വന്നാൽ, അല്ലെങ്കിൽ സംഘടനയ്ക്ക് പുറത്തു നിന്നുള്ള KM അഭിജിത്ത് ആയാലും, രണ്ടുപേരിൽ ആര് വന്നാലും മണ്ഡലം തലം മുതൽ രാജി, അതുപോലെ തന്നെ പരസ്യ പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഐ ഗ്രൂപ്പ് നീങ്ങും. ഇത് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും സംയുക്തമായിട്ടുള്ള യോഗത്തിലെത്ത തീരുമാനമാണ്. ഐ ഗ്രൂപ്പ് യോഗം ചേർന്നെത്ത തീരുമാനമാണ്. ഔദ്യോഗികമായ സ്ഥിരീകരണത്തിന് ശേഷമാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി പ്രവീണ, ഉടൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനം വരുന്ന സാഹചര്യത്തിലാണ് ഐ ഗ്രൂപ്പ് കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. പ്രവീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.